വെൽക്കം തഹമനാണ്. ഈ വീഡിയോ സിന്തറ്റിക് ഓർ കൺവെൻഷണൽ DMRDs ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ DMRDs എന്ന് പറയുന്ന വിഭാഗം രണ്ട് തരം ഉണ്ട്, നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തു. ഒന്ന് കൺവെൻഷണൽ അല്ലെങ്കിൽ നമുക്കവയെ സിന്തറ്റിക് എന്ന് വിളിക്കാം, അതുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബയോളജിക്കൽ DMARDs. സോ ബയോളജിക്കൽ DMRDs നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോയിലായിരിക്കും പറയാ. ഇവിടെ നമ്മൾ പറയുക കൺവെൻഷണൽ ഓർ സിന്തറ്റിക് DMRDsനെ കുറിച്ച് മാത്രം. ഇതാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. മോഡറേറ്റ് ടു സിവിയർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുക DMRDs ആണ്. ഈ മരുന്നുകളെല്ലാം തന്നെ ഇമ്മ്യൂണോ സപ്രസൻസ് കൂടിയാണ്, വിഭാഗം മരുന്നുകൾ കൂടിയാണ്. സോ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പല മരുന്നുകളെ കുറിച്ച് പറഞ്ഞു. മൈക്കോഫിനലൈറ്റ് മോഫിറ്റിൽ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി പറയേണ്ടിയിരുന്നത് അസാത്തയോപ്രിൻ ആണ്. DMRDsലുണ്ട്. സോ അസാത്തയോപ്രിൻ നമ്മൾ ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ മാത്രമല്ല ഈ മരുന്നുകളെല്ലാം തന്നെ ആന്റി റുമറ്റോയ്ഡ് DMRDsൽ വരുന്ന മരുന്നുകൾ കൂടിയാണ് ഈ ഇമ്മ്യൂണോസപ്രസൻസ് എല്ലാം. സോ നമുക്ക് പറയേണ്ട മരുന്നുകൾ ഒന്ന് മെത്തോട്രക്സേറ്റ് ആണ്. മെത്തോട്രക്സേറ്റിനെ കുറിച്ച് നമ്മൾ 2 വീഡിയോ ആന്റി ക്യാൻസറിൽ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ആന്റി റുമറ്റോയിഡിൽ തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ മരുന്ന് നമുക്ക് പറയേണ്ടത് ലെഫ്ലുനോമൈഡ് ആണ്. ലെഫ്ലുനോമൈഡ് മെത്തോട്രക്സേറ്റിനെ പോലെയുള്ള വളരെ സമാനമായിട്ടുള്ള ഒരു മരുന്നാണ്. ദെൻ പിന്നെ പറയേണ്ടത് സൾഫാസലാസിൻ ആണ്. സൾഫാസലാസിൻ ഒരു സൾഫ മരുന്നാണ്. അൾസറേറ്റീവ് കൊളൈറ്റിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ദെൻ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇപ്പൊ DMRD ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ അതിനകത്താണ് പറയാ. ദെൻ മിനോസൈക്ലിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ടെട്രാസൈക്ലിൻ പോലെയുള്ളതാണ്, പക്ഷെ ഇത് മൈൽഡ് കേസിൽ മാത്രമേ പറ്റുള്ളൂ. ആറാമത്തെ ഗോൾഡ് കോമ്പൗണ്ട്സ് ആണ്. ഗോൾഡ് കോമ്പൗണ്ട്സ് ആൻഡ് ഓൾസോ പെനിസില്ലമിൻ ആണ്. ഇതിപ്പോ കാര്യമായിട്ട് ഉപയോഗം ഇല്ല എന്നാണ്. ഉപയോഗത്തിൽ ഇല്ലാത്ത മരുന്നാണ്. 7 അസാത്തയോപ്രിൻ ആണ്. അസാത്തയോപ്രിൻ ഇപ്പോൾ ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ട് മാത്രമേ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുള്ളൂ. DMRDയിലൊക്കെ വളരെ കുറവാണ് ഉപയോഗം. സോ അപ്പോൾ നമ്മൾ ഇത്രയും മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ആന്റി റുമറ്റോയ്ഡ് ഡ്രഗ്സ്, അതിൽ DMRD നമ്മൾ ഉപയോഗിക്കുന്നത് മൈൽഡ് അല്ല, മോഡറേറ്റ് ടു സിവിയർ ഈ കേസസിലാണ് നമ്മൾ DMRDs ഉപയോഗിക്കുക. അപ്പൊ അവിടുത്തെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ വേറെ ചോദ്യങ്ങളോ ഉത്തരവൊന്നുമില്ല, അത് മെത്തോട്രക്സേറ്റ് ആണ്. മെയിൻ സ്റ്റേ മെത്തോട്രക്സേറ്റ് ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ടു മോഡറേറ്റ് സിവിയർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെത്തോട്രക്സേറ്റ് ആണ്. ആൻഡ് ഇതിന്റെ മെക്കാനിസം ആസ് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള മെക്കാനിസം നമ്മൾ ക്ലാസിഫിക്കേഷൻ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ഇത് ഉപയോഗിക്കുക ലോ ഡോസിലാണ്. ലോ ഡോസ് മെത്തോട്രക്സേറ്റ് എന്നാണ് നമ്മൾ ഇതിന് പറയാ. ഒരു 10 മുതൽ 25 മില്ലിഗ്രാം വരെ ആഴ്ചയിൽ ഒരിക്കലായിട്ട് കൊടുക്കാം. വൺസ് ഇൻ 7 days ഓർ വളരെ കുറഞ്ഞത് 2.5 മില്ലിഗ്രാമോ അങ്ങനെയൊക്കെ വല്ലതും ദിവസം വേണമെങ്കിൽ കൊടുക്കുക. സോ ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അതിന്റെ മെക്കാനിസം നമ്മൾ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് അതല്ല, ഇവിടെ അഡിനോസിൻ എഫ്ലക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ള. സോ അഡിനോസിൻ അപ്പൊ ലിംഫോസൈറ്റ്സിനെ തടഞ്ഞോളും. അങ്ങനെയാണ് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ ക്ലാസിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ അഡ്വേഴ്സ് എഫക്റ്റും സൈഡ് എഫക്ട്സും ഒക്കെയാണ് നമുക്ക് ഇനി പറയേണ്ടത്. അത് ഞാൻ ലെഫ്ലുനോമൈഡ് എന്ന് പറയുന്ന മരുന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. മെത്തോട്രക്സേറ്റ് പോലെ തന്നെ ഈക്വലി എഫിക്കേഷ്യസ് ആണ് ലെഫ്ലുനോമൈഡ് എന്ന് പറയുന്ന മരുന്ന്. ഈക്വലി എഫക്റ്റീവ് ആണ്. ആൻഡ് ഇതൊരു പ്രോ ഡ്രഗ് ആണ്. ശരീരത്തിലെത്തി അത് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡൈഹൈഡ്രോ ഓറോട്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെയാണ് ഇത് തടയുന്നത്. സോ ഇറ്റ് ഇൻഹിബിറ്റ് ഡൈഹൈഡ്രോ ഓറോട്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്. സോ ഈ എൻസൈം എന്തിലാണ് ഇമ്പോർട്ടന്റ്? ഈ എൻസൈം ഈസ് ഇമ്പോർട്ടന്റ് ഇൻ സിന്തസിസ് ഓഫ് പിരമിഡിൻസ് ഉണ്ടാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ്. എവിടെയാണ്? ലിംഫോസൈറ്റിൽ പിരമിഡിൻ എന്തിനാണ്? ലിംഫോസൈറ്റിൽ പിരമിഡിൻ ഉണ്ടാക്കിയാലേ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവത്തുള്ളൂ. ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയാലേ DNA ഉണ്ടാവുള്ളൂ. DNA ഉണ്ടായാലേ സെല്ല് ഡിവൈഡ് ചെയ്യാനും പ്രൊലിഫറേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. സോ T സെൽ ഓർ ലിംഫോസൈറ്റ്സ്, T ഓർ B ഏതായാലും B ലിംഫോസൈറ്റ്സ് ആണ്. മെച്ചുറേഷൻ ഓർ അതിന്റെ ഡിവിഷൻ ഒക്കെ തടസ്സപ്പെടും. സോ B ലിംഫോസൈറ്റിൽ നിന്ന് പ്ലാസ്മ സെൽ ഉണ്ടാവണമെങ്കിൽ B ലിംഫോസൈറ്റിൽ നിന്നാണ് പ്ലാസ്മ സെൽ ഉണ്ടാവുക. പ്ലാസ്മ സെല്ലാണ് ആന്റിബോഡി ഉണ്ടാക്കുക. സോ പ്ലാസ്മ സെല്ലില്ലെങ്കിൽ ആന്റിബോഡി ഇല്ല. സോ ഇവിടെ ഡിവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടതാണ് ന്യൂക്ലിയോടൈഡ്, അതിൽ വേണ്ടതാണ് പിരമിഡ്. അതാണ് ഇല്ലാതെയാകുന്നത്. സോ ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആന്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, ആന്റിബോഡി അവിടെ പോയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഇല്ലാതെയാകും. സോ ഇനി മെത്തോട്രക്സേറ്റിനെ അപേക്ഷിച്ച് ഇത് ഫാസ്റ്റ് ആക്ടിംഗ് ആണെന്ന് പറയാം. മെത്തോട്രക്സേറ്റ് നമ്മൾ പറഞ്ഞു ഒരു 8 ആഴ്ചയെങ്കിലും പിടിക്കുമെങ്കിൽ ഇത് 4 വീക്സ് മതി. മറ്റേത് 6 to 8 ആഴ്ചയെങ്കിലും പിടിക്കുമെങ്കിൽ 4 വീക്സ് ആകുമ്പോഴത്തേക്കും ആഴ്ച കുറച്ചും കൂടി അപ്പൊ ഫാസ്റ്റ് ആക്ടിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിന് വേറൊരു മെക്കാനിസം കൂടിയുണ്ട്. ഇത് തൈമിഡിലേറ്റ് സിന്തേസ് ഇൻഹിബിറ്റർ കൂടിയാണ്. തൈമിഡിലേറ്റ് സിന്തേസ് അത് മെത്തോട്രക്സേറ്റും തൈമിഡിലേറ്റ് സിന്തേസിനെ തടയുന്ന ഒരു മരുന്നാണ്. ആൻഡ് സാധാരണ ഡോസ് ആദ്യം 100 മില്ലിഗ്രാം വീതം ഒരു 3 ദിവസം ലോഡിംഗ് ഡോസ്, കൂടുതൽ ഡോസ് കൊടുക്കും. പിന്നീട് നമ്മൾ 10
10 to 20 മില്ലിഗ്രാം ഡെയിലി ആണ് ഇതിന്റെ ഡോസ്. ഇനി അഡ്വേഴ്സ് ടോക്സിറ്റി എല്ലാം സെയിം ആസ് ദാറ്റ് ഓഫ് മെത്തോട്രക്സേറ്റ്. സോ നമ്മൾ ഒരുമിച്ചാണ് പറയാ. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് GI ഇറിറ്റേഷൻ ആണ്. GI ഇറിറ്റേഷനിൽ ഇപ്പൊ ഡയറിയ ആണ് മോസ്റ്റ് കോമൺ. പിന്നെ അതിന് കൂടെ ഉള്ളത് സ്റ്റൊമറ്റൈറ്റിസ് ആണ്. സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ മൗത്ത് അൾസർ, വായിൽ കുരുക്കളൊക്കെ വരികയാണ്. സോ ഇത് രണ്ടുമാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ അലോപേഷ്യ, പ്രത്യേകിച്ച് മെത്തോട്രക്സേറ്റിന് മുടി കൊഴിച്ചിലൊക്കെ കൂടുതലാണ്. ദെൻ രണ്ട് മരുന്നുകളുടെയും സീരിയസ് എഫക്റ്റും സെയിം ആണ്. സീരിയസ് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കും. സോ ഹെപ്പാറ്റോടോക്സിറ്റി എന്ന് പറയുമ്പോൾ ഫൈബ്രോസിസ് ഉണ്ടാക്കാം, സിറോസിസ് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇത് കൂടുതൽ ഉണ്ടാക്കുന്ന ഇപ്പോൾ ക്രോണിക് ആൽക്കഹോളിക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, ഒബീസ് കൂടുതലായിട്ടുള്ള ക്രോണിക് ഹെപ്പാറ്റിക് ഡിസീസ്, ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. സോ വി ഹാവ് ടു ചെക്ക്, മോണിറ്റർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എവറി 3 months. ഓരോ 3 മാസത്തിനൊപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ പ്രശ്നം ബോൺ മാരോ ഡിപ്രഷൻ ആണ്. ബോൺ മാരോ ഡിപ്രഷൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ തരം ബ്ലഡ് സെല്ലും കുറയും, പാൻസൈറ്റോപീനിയ ഉണ്ടാകും, എല്ലാ തരം ബ്ലഡ് സെൽസും കുറയും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് ചെക്ക് കൗണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ പ്രശ്നം ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണൈറ്റിസ് ആണ്, അല്ലെങ്കിൽ ന്യൂമോണിയ ആണ് ഉണ്ടാക്കുക. മെത്തോട്രക്സേറ്റ് ആണ് കൂടുതൽ ഇതിനുണ്ടാക്കാം. ആൻഡ് ദിസ് ഈസ് എ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആയിട്ടാണ് ഇത് ഉണ്ടാകുക. ആൻഡ് രണ്ട് മരുന്നും ടെറാറ്റോജെനിസിറ്റി ഉള്ളതാണ്, ടെറാറ്റോജെനിക് ആണ്. സോ ഗർഭിണികളിൽ പ്രഗ്നൻസി നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇൻ ലാക്ടേഷനിലും നമുക്ക് ഈ മരുന്നുകൾ രണ്ടും കൊടുക്കാനായിട്ട് പറ്റില്ല. ടെറാറ്റോജെനിക് ആണ്, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. മെത്തോട്രക്സേറ്റ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാക്കാം, ഇതും അനീമിയക്ക് ഉണ്ടാക്കാം. ആൻഡ് ലെഫ്ലോനോമൈഡ് ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളിസ്റ്റൈറമിൻ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കാം. കോളിസ്റ്റൈറമിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്തിന്റെ ക്ലിയറൻസ് കിട്ടും. മെത്തോട്രക്സേറ്റിൽ നമ്മൾ ഫോളിക് ആസിഡ് ഒക്കെയാണ്, സോഡിയം ബൈകാർബണേറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ എനിവേ രണ്ട് മരുന്ന് പക്ഷേ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. സോ നമുക്കന്ന് മെത്തോട്രക്സേറ്റും ലെഫ്ലൂനോമൈഡും ഒരുമിച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിപാളി. സോ ഇതും രണ്ടും കൂടി ഒരേ സമയം ഒരു രോഗിയിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. മെത്തോട്രക്സേറ്റ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരിൽ നമുക്ക് ലെഫ്ലൂനോമൈഡ് കൊടുത്തു നോക്കാം. ദെൻ അടുത്ത മരുന്ന് സൾഫാസലാസിൻ എന്ന് പറയുന്ന മരുന്നാണ്. സൾഫസലാസിൻ ഒരു പ്രോഡ്രഗ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കോളനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് അവിടുത്തെ അസോബോണ്ട് ബ്രേക്ക് ചെയ്യും. അസോബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് സൾഫാപിരിഡിൻ ആയിട്ട് മാറും, സൾഫാപിരിഡിൻ. രണ്ടാമത്തെ ആകുന്നത് 5-അമിനോസാലിസിലിക് ആസിഡ് ആയിട്ടാണ് മാറും. ആൻഡ് സൾഫാപിരിഡിൻ ആണ് നമുക്ക് ആന്റി റുമറ്റോയിഡ് ആർത്രൈറ്റിസിനുള്ള ആക്ഷൻ കൊടുക്കുക. 5-അമിനോസാലിസിലിക് ആസിഡിന്റെ യൂസ് ലോക്കൽ എഫക്റ്റ് ആണ് അവിടെ അൾസറേറ്റീവ് കൊളൈറ്റിസിനെതിരെ. സോ ഇത് അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ ഏറ്റവും സുപ്രധാന ഒരു മരുന്നാണ്. സാധാരണ 500 മില്ലിഗ്രാം മുതൽ 1500 മില്ലിഗ്രാം വരെ ആണ് നമ്മൾ കൊടുക്കുക. 3 നേരമൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുക. സോ അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് 5-അമിനോസാലിസിലിക് ആസിഡ്. സോ അതിൽ വേറെയും ചില മരുന്നുകളൊക്കെ ഉണ്ട്, സൾഫസലാസിൻ അല്ലാത്ത. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് സൾഫസലാസിൻ ആണ്, കാരണം സൾഫാപിരിഡിൻ ആണ് നമ്മുടെ ആന്റി റുമറ്റോയിഡ് ഡ്രഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഇത് സൾഫ മരുന്നാണ്. സൾഫ മരുന്ന് ഉണ്ടാകുമ്പോൾ അപ്പോൾ അലർജി എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ട കേസാണ്. G6PD ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഹീമോലിസിസ് അങ്ങനെയൊക്കെ കൊടുക്കും. സോ അപ്പോൾ ഇത് എവിടെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെത്തോട്രക്സേറ്റും ലെഫ്ലൂനമൈഡും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഗർഭിണികളിലാണ്, അല്ലെ, പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാന്ന് വെച്ചാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചോയ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ് സൾഫാസലാസിൻ എന്ന് പറയുന്ന മരുന്ന്. നമുക്ക് അവിടെ ഒരു പ്രഗ്നൻസിയിൽ കൊടുക്കാം. സൾഫോണമൈഡ് ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് സാധാരണ നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കാറില്ല എന്ന് കൂടി ഓർത്തിക്കുക. അടുത്ത മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇത് ആന്റി മലേറിയൽ ഡ്രഗ് ആയിട്ടുള്ള ക്ലോറോക്വിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ഇത് റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ഡിസീസ് പ്രോഗ്രഷൻ ഒന്നും കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ DMRD ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. എങ്കിലും കാലാകാലമായിട്ട് നമ്മൾ DMRDയിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ DMARDയിൽ പെടുത്തി തൽക്കാലം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് ക്യാൻ ഇൻഹിബിറ്റ് ഇന്റർലൂക്കിൻ 1 തടയുന്ന ആക്ഷൻസ് ഉണ്ട്. ദെൻ ലൈസോസ്റ്റോമൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെക്കാനിസം ആക്ഷൻ ആയിട്ട് പറയാം. ദെൻ ടോൾ ലൈക്ക് റിസപ്റ്ററിനെ തടയുന്ന ഒരു ആക്ഷൻ കൂടി പറയുന്നുണ്ട്. ആൻഡ് ഇത് ഉപയോഗിക്കുക ഓൺലി ഇൻ മൈൽഡ് കേസിലാണ്. സാധാരണ 200 to 400 മില്ലിഗ്രാം ദിവസമാണ് കഴിക്കുക. ആൻഡ് ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് ഏറ്റവും കൂടുതലുള്ളത് ക്ലോറോക്കിനാണ്. ക്ലോറോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്ട് കണ്ണിലാണ്. ഇറ്റ് ക്യാൻ കോസ് പെർമനന്റ് ബ്ലൈൻഡ്നെസ്, കാഴ്ച പോകാം. കാരണം അത് ബുൾസ് ഐ റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ കണ്ണിന്റെ റെറ്റിനകത്ത് കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. സോ എപ്പോഴും നമ്മൾ ഫണ്ടോസ്കോപ്പി ഓർ ഐ എക്സാമിനേഷൻ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക്. ദെൻ പിന്നുള്ളൊരു പ്രശ്നം കാർഡിയോടോക്സിറ്റി ആണ്. കാർഡിയോടോക്സിറ്റി നമുക്കറിയാം, ക്ലോറോക്കിൻ കാർഡിയോടോക്സിറ്റി ഉണ്ടാക്കാം, അരിത്മി ഉണ്ടാക്കാം, ടോർസൈഡി പോയിന്റസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു വരുന്നത് മിനോസൈക്ലിൻ ആണ്. മിനോസൈക്ലിൻ ഒരു ആന്റിബയോട്ടിക്, ടെട്രാസൈക്ലിൻ
ടെട്രാസൈക്ലിൻ ഗ്രൂപ്പിൽ വരുന്ന ആന്റിബയോട്ടിക് ആണ്. ആൻഡ് ഇതിന് പക്ഷേ ടെട്രാസൈക്ലിനൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ ഇൻഹിബിറ്റ് കൊളാജിൻ ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ തുടക്കം വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. സോ അതിന്റെ ഈ ഡിസ്ട്രക്ഷൻ ഒക്കെ തടയുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗിക്കുക. സോ ഇത് ഉപയോഗിക്കേണ്ടത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ തുടക്കത്തിലാണ്, ആദ്യത്തെ വർഷത്തിലൊക്കെ ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിച്ചിട്ട് വലിയ കാര്യം ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ഗോൾഡ് കോമ്പൗണ്ട്സ് ആൻഡ് ഡി പെനിസില്ലമിൻ എന്ന് പറയുന്ന മരുന്നാണ്. ആൻഡ് ഇതിപ്പോ ഉപയോഗത്തിലില്ല, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒന്നും ഉപയോഗത്തിലില്ല. കാരണം ഒരുപാട് സൈഡ് എഫക്ട്സ് ഇതിന് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. മരുന്ന് ഉപയോഗിക്കേണ്ടിരുന്നത് ഓറനോഫിൻ എന്ന് പറയുന്ന ഗോൾഡ് കോമ്പൗണ്ട് ആണ്. ഇത് ഓറൽ ആണ്. പിന്നെ ഉള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്നത് ഓറോ എന്ന് വെച്ചാൽ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള തയോമാലിയേറ്റ്, അത് നമ്മൾ ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ട് മരുന്നും ഡയറി ഉണ്ടാക്കും, ദെൻ ഓൾസോ സ്റ്റൊമറ്റൈറ്റിസ് ഉണ്ടാക്കും, ദെൻ ഡെർമറ്റൈറ്റിസ്, സീരിയസ് ആയിട്ടുള്ള എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. ആൻഡ് ദിസ് രണ്ട് ഡ്രഗിനും സിവിയർ ആയിട്ടുള്ള നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മരുന്നുകൾ നമ്മളിത് ഉപയോഗിക്കാത്തത്. പിന്നെയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, കാർഡിയോടോക്സിറ്റി, ദെൻ ന്യൂറോപ്പതി, പൾമണറി ഫൈബ്രോസിസ്, ബോൺ മാരോ ഡിപ്രഷൻ, ലിവർ ടോക്സിറ്റി. സോ അങ്ങനെയൊക്കെയുള്ള ടോക്സിറ്റി ഉണ്ട്, എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നെഫ്രോടോക്സിറ്റി ആണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡി പെനിസില്ലമിൻ നമുക്കറിയാം കോപ്പർ ചീലേറ്റ് ആണ്. സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വിൽസൺസ് ഡിസീസിൽ കൂടി നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. അടുത്ത മരുന്ന് അസാതയോപ്രിൻ ആണ്. അസാതയോപ്രിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മരുന്നാണ്. പക്ഷെ ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നമുക്ക് DMRDസിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി ഞാൻ ചേർത്ത് വിടാങ്ങ് പറയുന്നതാണ്. മെത്തോട്രക്സേറ്റ് റെസിസ്റ്റന്റ് കേസിൽ മാത്രമാണ്, മെത്തോട്രക്സേറ്റ് ഫലിക്കുന്നില്ല എങ്കിലാണ് മാത്രമാണ് നമ്മൾ അസാതയോപ്രിൻ. പിന്നെ കുറച്ച് ആന്റി ക്യാൻസർ ഡ്രഗുകളൊക്കെ ഉണ്ട്, സൈക്ലോസ്മൈഡ്, ക്ലോറാംബുസിൽ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ആ ഗ്രൂപ്പിലാണ് നമ്മൾ ഇതിനെ പെടുത്തുക. ആൻഡ് പിന്നെയുള്ള മെത്തോട്രക്സേറ്റ് ഫലിക്കുന്നില്ലെങ്കിൽ മാത്രമല്ല എക്സ്ട്രാ ആർട്ടിക്കുലാർ ജോയിൻസിൽ അല്ലാതെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എക്സ്ട്രാ ആർട്ടിക്കുലാർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്ന് ചേർക്കാം. പക്ഷെ അവിടെ നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് കോർട്ടിക്കോസ്റ്റീറോയിഡ്. പക്ഷേ ഈ മരുന്നുകൾ ചേർക്കുന്നത് എന്താ വെച്ചാൽ ദീസ് ഡ്രഗ് ഹാസ് കോർട്ടിക്കോസ്റ്റീറോയിഡ് സ്പെയറിംഗ് എഫക്ട്. സോ കോർട്ടിക്കോസ്റ്റീറോയിഡിന്റെ സ്പെയറിംഗ് എഫക്ട് ഉള്ളതുകൊണ്ട് കോർട്ടിക്കോസ്റ്റീറോയിഡിന്റെ ഡോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ ഈ മരുന്ന് ലോങ് ആയിട്ട് ദീർഘനാൾ കൊടുക്കുകയും ചെയ്യാം, കോർട്ടിക്കോസ്റ്റീറോയിഡിന്റെ ഡോസ് കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുക. ആൻഡ് ഇത് തടയുന്നത് പ്യൂരിൻ സിന്തസിസ് ആണ് തടയുക. പ്യൂരിൻ ഉണ്ടാവാനായിട്ട് നമുക്ക് റൈബോസ് 5-ഫോസ്ഫേറ്റിൽ നിന്ന് നമുക്ക് അയനോസിൻ മോണോഫോസ്ഫേറ്റ് ഉണ്ടാകും. ആൻഡ് യാനോസിൽ നിന്നാണ് എന്തുണ്ടാവുക, ഗ്വാനോസിനും നമുക്ക് അഡിനോസിനും ഉണ്ടാവും. സോ ഇതാണ് പ്യൂരിൻസ് അല്ല. സോ അസാതയോപ്രിൻ ഈ സ്റ്റെപ്പിലാണ് തടയുക. റൈബോസ് 5-ഫോസ്ഫേറ്റിൽ നിന്ന് അയനോസിൻ മോണോഫോസ്ഫേറ്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് PRPP എന്ന് പറയുന്ന ഒരു എൻസൈം വേണം. ദെൻ ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ്. സോ PRPP ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഈ എൻസൈമിനെയാണ് ആര് തടയുക, അസാതയോപ്രിൻ തടയുക. സോ അപ്പൊ അയനോസിൻ ഇല്ലെങ്കിൽ അഡിനോസിനും ഗ്വാനോസിനും പോലെയുള്ള പ്യൂരിൻസ് ഇല്ല. പ്യൂരിൻസ് ഇല്ലെങ്കിൽ ലിംഫോസൈറ്റ് ഡിവൈഡ് ചെയ്യാനോ മെച്ചുറേഷൻ, കൂടുതൽ ലിംഫോസൈറ്റ് പ്രോലിഫറേഷനോ മെച്ചുറേഷനോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല. ആൻഡ് ദിസ് അസാതയോപ്രിൻ ശരീരത്തിൽ വെച്ചിട്ട് 6-മെർകാപ്റ്റോപ്യൂരിൻ എന്ന് പറയുന്ന മരുന്നായിട്ട് മാറുന്നുണ്ട്. സോ 6-മെർകാപ്റ്റോപ്യൂരിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻസറിലാണ്. പക്ഷെ അസാതയോപ്രിന് ആന്റി ക്യാൻസർ എഫക്ട് ഇല്ല. സോ നോ ആന്റി ക്യാൻസർ എഫക്ട് ഫോർ അസാതയോപ്രിൻ ഓൺലി ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസന്റ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എ പ്യൂരിൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആൻഡ് ആന്റി പ്രോലിഫറേറ്റീവ്. നമ്മൾ അങ്ങനെയാണ് വിളിക്കുക, ആന്റി പ്രോലിഫറേറ്റീവ് ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. വേറൊരെണ്ണം നമ്മൾ പറഞ്ഞത് മൈക്കോഫിനോലേറ്റ് ആണ്. ആൻഡ് അസാതയോപ്രിൻ ഒരിക്കൽ പോലും നമുക്ക് മെത്തോട്രക്സേറ്റിന് ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ മൈക്കോഫിനോലേറ്റും അസാതയോപ്രിനും രണ്ടും ആന്റി പ്രോലിഫറേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ഒരുമിച്ചും ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടും കൊടുക്കാൻ പറ്റില്ല, അതൊന്ന് പ്രത്യേകം. ആൻഡ് ഇത് മെറ്റബോളൈസ് ചെയ്യുന്നത് നമ്മൾ 6-മെർകാപ്റ്റോപ്യൂരിനിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, സാന്തീൻ ഓക്സിഡേസ് വഴിയാണ്. സാന്തീൻ ഓക്സിഡേസ് വഴി മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സാന്തീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ ആയിട്ട് ക്യാൻസറിലൊക്കെ ചിലപ്പോൾ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അല്ലോപ്യൂരിനോൾ, യൂറിക് ആസിഡ് സിന്തസിസ് കുറയ്ക്കാനായി. സോ ഇത് അപ്പോൾ ഇൻഹിബിഷൻ തടയുന്നത് കൊണ്ട് നമ്മുടെ ഡോസ് ഓഫ് ദ ഡ്രഗ് ക്യാൻ ബി ഡിക്രീസ് ബൈ 1, 4-1 കുറയ്ക്കുക. പിന്നെ ഇതിന്റെ ഒരു മെറ്റബോളിസം നടക്കുന്നത് തയോപ്യൂരിൻ മീഥൈൽ ട്രാൻസ്ഫറേസ് TPMT എന്ന് പറയുന്ന ഒരു എൻസൈം വഴിയാണ്. ചില ആൾക്കാരിൽ ഇത് കുറവോ കൂടുതലോ ജനറ്റിക് ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവരിൽ ഈ മരുന്ന് ടോക്സിസിറ്റി കൂടും. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ടു ടെസ്റ്റ് ഫോർ ദിസ് ഫാർമക്കോ ജനറ്റിക് ടെസ്റ്റിംഗ് വേണം. ഇവർക്ക് TPMTയുടെ എൻസൈംസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പൊ ഇനി ഉപയോഗങ്ങൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞു, സാധാരണ ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളിൽ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നത് ഓൺലി ഇൻ മെയിൻ്റനൻസ്, നോട്ട് ഫോർ ഇൻഡക്ഷൻ. ഇപ്പോൾ ഒരു അക്യൂട്ട് റിജക്ഷൻ, ഗ്രാഫ്റ്റ് വേഴ്സസ് ഓഫ് അല്ലേ, നമ്മൾ
ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കൊടുത്ത് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കൊടുത്തേക്കാന്ന് വെച്ചിട്ട് കാര്യമില്ല. ഓൺലി ഫോർ മെയിൻ്റനൻസ് ഓഫ് ദിസ് റിസ്ക്. ആൻഡ് ഇത് വളരെ പതിയെ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ഒരു 4 to 5 മാസം പിടിക്കും ഇതിന്റെ ഗുണം കിട്ടാൻ. അതുകൊണ്ടാണ് നമ്മൾ അക്യൂട്ട് റിജക്ഷനിൽ ഇത് ഉപയോഗിക്കുക. മരുന്ന് ഫലിക്കാനായിട്ട് സമയമെടുക്കുന്നുണ്ടാണ്. ദെൻ അൾസറേറ്റീവ് കൊളൈറ്റിസ്, സ്റ്റിറോയിഡ് ഒക്കെ ഡോസ് കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം. മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലും നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ദെൻ ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ഇൻ വിറ്റിലിഗോ. ഒരുപാട് യൂസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇമുറാൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് വൈഡൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്. പക്ഷേ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഉപയോഗം കുറവാണ്. 1 to 3 milligram per kilogram ആണ് ഡോസ്. IV കൊടുക്കാം, നമുക്ക് ഓറൽ കൊടുക്കാം. ദോഷഫലങ്ങൾ ബോൺ മാരോ ടോക്സിറ്റി ആണ് ആൻഡ് ഓൾസോ ഹെപ്പാറ്റോടോക്സിറ്റി. ഈ 2 ദോഷങ്ങളാണ് ഇതിന്റെ ഉള്ളത്. അപ്പോൾ മെത്തോട്രക്സേറ്റ് പോലെയുള്ള ദോഷഫലങ്ങളുണ്ട്. പക്ഷേ ഇല്ലാത്തൊരു ടോക്സിറ്റി നമ്മൾ പറയണം, നെഫ്രോടോക്സിറ്റി ഇല്ല. നെഫ്രോടോക്സിറ്റി ഇല്ല ആൻഡ് ഓൾസോ ന്യൂറോടോക്സിറ്റി. ഇത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കാൽസിനോറിൻ ഇൻഹിബിറ്റേഴ്സിനൊക്കെ നെഫ്രോടോക്സിറ്റി ആൻഡ് ന്യൂറോടോക്സിറ്റി ഉണ്ട്. ഈ മരുന്നുകൾക്ക് അതില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ഇതും കൂടി ഉപയോഗിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആന്റി റുമറ്റോയിഡ് DMRDs. നമ്മൾ അതിനിടയിൽ അസാത്തയോപ്രിനെ കുറിച്ചിട്ട് ഇമ്മ്യൂണോസപ്രസന്റിനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട ഡ്രഗ് മെത്തോട്രക്സേറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ലെഫ്ലുനോമൈഡ് എന്ന് പറയുന്ന മരുന്നും കൊടുക്കും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.